നടക്കാൻ കൊണ്ട്
നമ്മുടെ സാറിന് വരികയാണ്. രാജവംശത്തിന്റെ ഹൃദയത്തിറങ്ങി പ്രദർശിക്കുക. നമ്മുടെ സാറിന് കടന്നു വരികയാണ്. രാധാകൃഷ്ണ താമര അടയാളത്തിൽ നിന്ന് രാജ്യാധികാരം ഭൂമിയായിരുന്നവർക്ക് വൻപിച്ച മുൻവശത്തോടുകൂടി വിജയത്തിന്റെ സ്വഭാവത്തിൽ കൈപിടിച്ചാനയിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്മുടെ സാറിന് കടന്നു വരികയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി അജിത് കുമാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പള്ളുരുത്തി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഇ വി മനോജ് അവരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജിത് കുമാറിനെ ആർദ്രവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡ്, ആസാം, ത്രിപുര സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരങ്ങളിലേക്ക് എത്തിച്ച മഹാപുരുഷൻ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ആസാം, വെൽക്കം ടു ഹേമന്ത് ബിശ്വ ശർമ്മജിയെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന വക്താവും ജില്ലയുടെ പ്രഭാരിയുമായ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി സാറിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. ഷൈജി ചേട്ടനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻഡിഎയുടെ ഘടകകക്ഷികളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെയും ഒറ്റവാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരാധ്യനായ നമ്മുടെ ആസാമിന്റെ മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകുന്നതിന് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ. അജിത് കുമാർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി മണ്ഡലം അധ്യക്ഷൻ ശ്രീ വി. അജിത് കുമാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണം കേവലം ഔപചാരികത മാത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നു. കുറച്ച് സമയങ്ങൾ വൈകിയാണെങ്കിൽ പോലും വലിയൊരു ആരവത്തോടു കൂടിയാണ് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ആസാമിന്റെ മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് ബിശ്വ ശർമ്മയെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. കൂടെ നമ്മുടെ രാധാകൃഷ്ണൻ സാർ എറണാകുളം പാർലമെന്റിൽ നിന്ന് ജയിച്ചു കയറുമെന്ന് ഉറക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ തൃക്കോണത്ത് നഗരത്തെ ജനസാഗരമാക്കി നമുക്ക് വേർതിരിക്കാൻ കഴിയുമെങ്കിൽ വരാൻ പോകുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ കാഹളമായും നമ്മൾ ഇതിനെ കാണുന്നു. ഏതായാലും അധ്യക്ഷ ഭാഷണം വലിയ വാക്കുകളിൽ തുടരുന്നില്ല. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആസാമിന്റെ മുഖ്യമന്ത്രി ഏറെ ശ്രേഷ്ഠതയോടെ ഹേമന്ത് ബിശ്വാസ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനായി വിഷ്ണു പിഷാരിയെ ക്ഷണിച്ചു. आप सब लोगों को मेरा नमस्कार. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. सभा में विराजमान डॉक्टर के.एस. राधाकृष्णन और हमारे पार्टी के नेतागण, माताओं, पिताओं, भाइयों और बहनों, एल्ला भारकुंभ नमस्कारम. जरूरत नहीं है, समझ जाते. जैसे आप लोग जानते हैं, मैं असम से आया हूं और असम भारत की उत्तर पूर्व कोना में रहते हैं और केरला साउथ में है. लेकिन असम और केरला का मैंने आज पहले भी आया हूं, बार बार आया हूं. असम का भी हर घर में नारियल का पेड़ होता है, तामुल का पेड़ होता है और असम और केरला को देखने से पता नहीं चलेगा कौन सा असम है, कौन सा केरला है. इतना सिमिलरिटी है हमारा बीच में. ഞാൻ വരുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസാമിൽ നിന്നുമാണ്. നമ്മൾ ഇന്നിവിടെയുള്ളത് ഈ ഏറ്റവും ദക്ഷിണ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ്. ഞാൻ പലതവണ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. എപ്പോഴും വന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്റെ നാടായ ആസാമിലാണെങ്കിലും ഇവിടുത്തെ കേരളത്തിലാണെങ്കിലും എല്ലാ ഭവനങ്ങളുടെയും മുന്നിൽ അല്ലെങ്കിൽ വശങ്ങളിലായി നമ്മൾ ഓരോ തെങ്ങുകൾ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ഇവിടെ വന്നു പോകുമ്പോൾ സംശയം തോന്നുന്നത്, ഇത് കേരളമാണോ അതോ ഇനി എന്റെ സ്വന്തം നാടായ അസാം തന്നെയാണോ എന്ന് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. असम और केरला का
डेमोग्राफी भी ऑलमोस्ट सेम है। जैसे आप लोगों का यहाँ में 40-42% मुसलमान लोग होगा, हमारा असम में भी 36% है, और हमारा असम में भी काफी क्रिश्चियन लोग होते हैं। लगभग हमारा डेमोग्राफी भी एक है और पॉपुलेशन साइज भी लगभग एक ही जैसा है, 3 करोड़ प्लस पॉपुलेशन। ഇവിടുത്തെ ജനസംഖ്യയെ കുറിച്ച് നോക്കുമ്പോഴും അസാമും കേരളവും തമ്മിൽ ഒരുപാട് ഏകദേശം ഒരേപോലെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെയും ഏകദേശം 25-30% മുസ്ലിംകളുണ്ട്. ചെറുതല്ലാത്ത ശതമാനത്തിൽ ക്രിസ്തീയ വിഭാഗക്കാരുണ്ട്. ഹിന്ദു വിഭാഗങ്ങൾ ഏകദേശം 50%-ത്തിനടുത്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് അസാമും കേരളവും തമ്മിൽ അത്രയധികം അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത് എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ. മാത്രമല്ല രണ്ട് സംസ്ഥാനത്തിലെയും ജനസംഖ്യയും ഏകദേശം ഒരേപോലെയാണ്. 3-3.5 കോടി जनसंख्या രണ്ട് സംസ്ഥാനങ്ങളിലുള്ളത്. खाली डिफरेंस एक है, असम में बीजेपी है, केरला में बीजेपी आने वाला है। ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അസാം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കേരളം ഇനി ഭരിക്കാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള ഒരേ വ്യത്യാസം മാത്രം. 2014 में जब मोदी जी पहले अपना यात्रा शुरू किया तो लोग बोला था कि हर जगह में बीजेपी हो सकता है, लेकिन असम में कभी भी बीजेपी नहीं हो सकता है। 2014 തിരഞ്ഞെടുപ്പിന്റെ പ്രചരണവും മറ്റും നടക്കുമ്പോഴെല്ലാം എല്ലാവരും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഒട്ടുക്കും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാലും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും അസാമിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ എത്തുവാൻ സാധിക്കില്ല എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. लेकिन हम लोगों ने काम किया और आज असम बीजेपी का एक परमानेंट एड्रेस बन चुका है। പക്ഷേ ഞങ്ങൾ അടങ്ങുന്ന വലിയൊരു പ്രവർത്തക സമൂഹം അവിടെ അതിനൊരു ലക്ഷ്യം വെച്ച് പണിയെടുത്തു. നിരന്തരമായ ഇലക്ഷൻ വർക്കുകൾ നടത്തി ഇന്ന് അസാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഏകദേശം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരി ആയി കഴിഞ്ഞിരിക്കുന്നു. और मैं विश्वास करता हूं कि जब हमारा डेमोग्राफिक पैटर्न भी एक है, पॉपुलेशन भी एक है, रहने सहने का धरण करण भी एक है, वो समय बहुत दूर नहीं है। और मैं तो मानता हूं 2026 में ही केरला में भी बीजेपी का सरकार बन जाएगा। എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യയുടെ ആയിക്കോട്ടെ, ഇവിടുത്തെ വിവിധ വിഭാഗങ്ങളുടെ ശതമാനക്കണക്ക് ആയിക്കോട്ടെ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ നാളുകൾ വിദൂരമല്ല. കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു നാൾ വിദൂരമല്ല. ഒരുപക്ഷെ 2026 തന്നെ അത് സംഭവിച്ചുകൂടായികയില്ല എന്നെനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. जैसे लेफ्ट फ्रंट होते हैं, कांग्रेस होता है, दे लिव इन फॉल्सहुड। उनका काम ही है खाली र्यूमर स्प्रेड करना, प्रोपोगेंडा करना। अभी अभी मैं होटल में था, 2 चैनल का लोगों से मेरा मुलाकात हुआ। लोग मुझको मणिपुर का बारे में पूछने लगा। तब मैं सोचा भाई मणिपुर का बारे में केरला में क्यों पूछता है। ഇവിടുത്തെ ഇടതുപക്ഷമായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ നുണപ്രചരണത്തിൽ ആരാണ് മുമ്പിൽ എന്നുള്ള ഒരു വിഷയത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇത് കേരളമല്ലേ? ഇവിടെ ഇന്ന് കാലത്ത് ഞാൻ വന്നപ്പോൾ മുതൽ വിവിധങ്ങളായ മാധ്യമ സുഹൃത്തുക്കൾ, പ്രവർത്തകർ എന്നോട് ചോദ്യങ്ങൾ പലതും ചോദിക്കുകയുണ്ടായി. ചോദിക്കുമ്പോൾ കേരളവുമായോ അസാമുമായോ ബന്ധമില്ലാത്ത മണിപ്പൂരിലെ വിഷയങ്ങൾ മാത്രം, അവിടുത്തെ നുണകൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രം ആ വിഷയങ്ങൾ മാത്രം ചോദിക്കുകയാണ് ഇവിടുത്തെ ലക്ഷ്യം. ഇതേ കാര്യമാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരുന്നത്. अभी असम में चुनाव हुआ, नागालैंड में चुनाव हुआ, मेघालय में चुनाव हुआ। नागालैंड एंड मेघालय दोनों 100% क्रिश्चियन स्टेट है। असम हैज ऑल्सो
sizable number of Christian people. But हमारा प्रदेश का चुनाव में हमने मणिपुर को डिस्कस नहीं किया, हमने हमारा स्टेट का बारे में डिस्कस किया. ഈ അടുത്ത കാലത്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയയിലും നാഗാലാൻഡിലും തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ തൊട്ടടുത്ത സംസ്ഥാനമായിരുന്നു മണിപ്പൂർ എന്നെങ്കിൽ കൂടി അവിടെയൊന്നും നമ്മൾ മണിപ്പൂരല്ല ചർച്ച ചെയ്തത്. അതത് സംസ്ഥാനങ്ങളിലെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. आप देखिए केरला में क्यों मणिपुर का चर्चा हो रहा है? बिकॉज किसी ने र्यूमर लगा दिया, किसी ने प्रोपोगेंडा चला दिया कि मणिपुर में हिंदू और क्रिश्चियन का कॉन्फ्लिक्ट चल रहा है. ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ അടിക്കടി മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഏതോ വിഡ്ഢിയായ ചില രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? മണിപ്പൂരിൽ ഹിന്ദു സമുദായവും ക്രിസ്തീയ വിഭാഗവും തമ്മിലാണ് വഴക്കുകൾ നടക്കുന്നത്, അതിനുശേഷം ഇത്തരത്തിൽ വംശീയ ഹത്യകൾ നടക്കുന്നത് എന്നുള്ള നുണപ്രചരണം ഇവിടെ ആരോ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. लेकिन जो मणिपुर में चल रहा है, कोई हिंदू और क्रिश्चियन का वहां झगड़ा नहीं हो रहा है. वहां में दो कम्युनिटी का बीच में झगड़ा हो रहा है और दोनों कम्युनिटी में ही क्रिश्चियन है. जैसे कुकी और मेइतेई दो कम्युनिटी है, कुकी में भी लोग क्रिश्चियन है, मणिपुरी में भी लोग क्रिश्चियन है और दोनों कम्युनिटी का बीच में कुछ कॉन्फ्लिक्ट चल रहा है और दोनों कम्युनिटी में क्रिश्चियन लोग हैं, दोनों कम्युनिटी में अलग रिलीजियंस का लोग हैं. मतलब ये जो फाइट है बिटवीन टू ट्राइबल कम्युनिटीज, नॉट बिटवीन टू रिलीजियन. യാഥാർത്ഥ്യം എന്നാൽ കുക്കി മെയ്തി എന്നുള്ള രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള ആ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലുള്ള വംശീയ കലാപമാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുക്കി വിഭാഗത്തിലും മൈത്തി വിഭാഗത്തിലും രണ്ട് വിഭാഗങ്ങളിലും ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗം പൂർണ്ണമായി ക്രിസ്ത്യാനികളാണെന്നോ മറ്റു വിഭാഗം ഹിന്ദുക്കളാണെന്നോ അർത്ഥമില്ല. രണ്ട് വിഭാഗത്തിലും ക്രിസ്ത്യാനികളും അതേപോലെ ഹിന്ദുക്കളും ജീവിച്ചിരിക്കുമ്പോൾ ഇത് രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഒരു കലാപം മാത്രമാണ്. എന്നാൽ അതിനെ തെറ്റായ അർത്ഥത്തിലാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. अभी बिना मणिपुर जाते हुए ये कांग्रेस और लेफ्ट मणिपुर को हर दम बदनाम कर रहा है कि वहां में हिंदू और क्रिश्चियन का बीच में झगड़ा चल रहा है. मतलब ये लोग कितना झूठ बोल सकता है ये कांग्रेस और लेफ्ट वाला लोग, आप लोग सोच सकता है. മണിപ്പൂരിൽ ഒരു തവണ പോലും ചെന്ന് അവിടുത്തെ യാഥാർത്ഥ്യം കണ്ടിട്ടില്ലാത്ത ഈ ഇടതുപക്ഷ കോൺഗ്രസുകാരാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം അഥവാ നുണപ്രചരണം അഴിച്ചുവിടുന്നത്. മണിപ്പൂരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. मणिपुर में 2 सीट है, दोनों सीट में बीजेपी जीतने वाला है. മണിപ്പൂരിൽ 2 ലോക്സഭാ സീറ്റാണുള്ളത്. ഈ 2 സീറ്റും നിങ്ങൾ നോക്കിക്കോളൂ, BJP ആണ് വിജയിക്കാൻ പോകുന്നത്. और हमारा जो नॉर्थ ईस्ट है हुए जहां 60 स्टेट 100% क्रिश्चियन है, उस रीजन से 25 पार्लियामेंट का सीट है. हम लोग 22 से 23 सीट जीतने वाला. 25 സീറ്റുകളുള്ള എന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാന മേഖലയിൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള പല പ്രദേശങ്ങളും 100% ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളായിട്ട് കൂടി നിങ്ങൾ നോക്കിക്കോളൂ, കണക്ക് കൂട്ടി വെച്ചുകൊള്ളൂ. 25-ൽ 22 മുതൽ 23 സീറ്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് വിജയിക്കാൻ പോകുന്നത്. राहुल गांधी ने बोला कि मोदी जी ने पिनारी विजयन को अरेस्ट क्यों नहीं किया. ये बोल रहे हैं ना अभी यहां में. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ശരിയല്ലേ? पहले जब अरविंद केजरीवाल अरेस्ट नहीं हुआ था
तब राहुल गांधी पूछा था केजरीवाल को हमने क्यों अरेस्ट नहीं किया। കുറച്ചു നാളുകൾക്ക് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അന്നും ഇവർ ഇത് തന്നെയാണ് ചോദിച്ചത്, എന്താണ് നിങ്ങൾ ഇതുവരെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. जब केजरीवाल को अरेस्ट किया तो राहुल गांधी और केजरीवाल का बीच में इलू इलू आई लव यू हो गया। കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ കേജ്രിവാളും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു ഈലു ഈലു അഥവാ ഒരു ഐ ലവ് യു തരത്തിലുള്ള ഒരു പുതിയ പ്രേമം ഉടലെടുത്തിട്ടുണ്ട്. अभी हम लोग जब पिनारी विजयन को अरेस्ट करूंगा तब राहुल गांधी और पिनारी का बीच में भी इलू इलू हो जाएगा। ഈ നാളെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലും ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ ഒരു പുതിയ പ്രേമം ഉടലെടുക്കും. अगर राहुल गांधी गारंटी देता है कि पिनारी विजयन का अरेस्ट का बाद राहुल और पिनारी विजयन का इलो इलो नहीं होगा तो मैं गारंटी देता हूं कि पिनारी विजयन भी अरेस्ट हो जाएगा। രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് നൽകുകയാണ് എങ്കിൽ എന്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ പുതിയൊരു രാഷ്ട്രീയ പ്രേമം ഉടലെടുക്കുകയില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമെങ്കിൽ ഞാനിതാ ഗ്യാരണ്ടി നൽകുന്നു, പിണറായി വിജയനെ അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുവാൻ ഈ സർക്കാർ തയ്യാറാണ്. आप लोग देखिए केरला में लेफ्ट फ्रंट और यूडीएफ, लेकिन बंगाल जाएगा यही कांग्रेस और लेफ्ट एक साथ है। तमिलनाडु जाएगा तो कांग्रेस और लेफ्ट दोनों एक साथ है। केरला में आके ड्रामा करता है कि लेफ्ट फ्रंट और यूडीएफ एक नहीं है। ये लोग क्या गारंटी दे सकता है सेंट्रल गवर्नमेंट में पार्लियामेंट में वो लोग एक साथ नहीं है? केरला में आके झूठ बोलता है, ड्रामा करता है, लेकिन दोनों पार्टी एक है, दोनों पार्टी पापी है, दोनों पार्टी करप्ट है। ये हम क्लियरली बोल सकते हैं। കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ മത്സരിക്കുന്നു. അതിർത്തിക്കപ്പുറത്ത് തമിഴ്നാട് ചെന്നാൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒന്നായിട്ട് ഒരു മുന്നണിക്ക് കീഴിൽ മത്സരിക്കുന്നു. ബംഗാളിലേക്ക് ചെന്നാൽ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് മത്സരിക്കുന്നു. ഇവിടെ മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രം രണ്ട് മുന്നണികളായി മത്സരിച്ച് മലയാളികളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. अभी प्रधानमंत्री मोदी जी ने कल बोला कि हमारा देश का जो रिसोर्स है उस रिसोर्स का ऊपर खाली एक कम्युनिटी का अधिकार नहीं है। ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജസ്ഥാനിൽ വെച്ചുണ്ടായ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഈ ഭാരതത്തിന്റെ സമ്പത്തുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു ജാതി സമൂഹത്തിന്, ഒരു മത സമൂഹത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ ആർക്കും ആവശ്യമില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദിജി ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞു. ये कैसे कम्युनल स्टेटमेंट हो सकता है? क्या देश का रिसोर्स का ऊपर खाली का एक कम्युनिटी का अधिकार होना चाहिए? ഇതെങ്ങനെ ഒരു വർഗീയ സ്റ്റേറ്റ്മെന്റ് ആകും? നിങ്ങളൊന്ന് പറയൂ. ഒരു മതവിഭാഗത്തിനും വേണ്ടിയല്ല ഇവിടുത്തെ സമ്പത്തുകൾ ഒതുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് ഒരു വർഗീയമായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വളച്ചൊടിക്കുവാൻ സാധിക്കുക? हमारा देश का रिसोर्स का ऊपर हिंदू का अधिकार है, क्रिश्चियन का अधिकार है, मुसलमान का अधिकार है, शेड्यूल कास्ट का अधिकार है, शेड्यूल ट्राइब का अधिकार है, युवाओं का अधिकार है, महिलाओं का अधिकार है, सीनियर सिटीजन का अधिकार है, खाली एक कम्युनिटी का अधिकार नहीं है। ഈ രാജ്യത്തെ സമ്പത്തിന് ഹിന്ദുവിനും അവകാശമുണ്ട്, മുസൽമാനും അവകാശമുണ്ട്, ക്രിസ്ത്യാനിക്കും അവകാശമുണ്ട്, SC കമ്മ്യൂണിറ്റിക്കും അവകാശമുണ്ട്, ST കമ്മ്യൂണിറ്റിക്കും അവകാശമുണ്ട്, മഹിളകൾക്ക് അവകാശമുണ്ട്, യുവാക്കൾക്കും അവകാശമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ല ഈ രാജ്യത്തിന്റെ സമ്പത്ത്. ये जो CPM है और कांग्रेस है उनको खाली एक कम्युनिटी का वोट चाहिए,
लेकिन हमको बीजेपी को सारा भारतीय का वोट चाहिए। ഈ സിപിഎമ്മിനും കോൺഗ്രസിനും ഒരു മതവിഭാഗത്തിന്റെ വോട്ടിൽ മാത്രമാണ് കണ്ടുള്ളത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഞങ്ങൾക്കും അങ്ങനെയല്ല. ഈ നാട്ടിലെ ഓരോ വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും സഹായവും വോട്ടുകളും തേടിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. मैं असम का सीएम बना हूं 3 साल में। असम में यह कॉमन प्रैक्टिस था कि 18 साल का नीचे जो मेरा बेटियां है उनका 12 साल में, 13 साल में, 16 साल में उनका शादियां कर दिया जाता थे। और असम में कोई लोग ये भी है, एक पति है, 3 बीवियां साथ में होता है। ഞാനിപ്പോ കഴിഞ്ഞ 3 വർഷത്തോളമായി അസാമിലെ മുഖ്യമന്ത്രിയാണ്. ആ ദൗർഭാഗ്യകരത്തോടെ പറയാം, ഞങ്ങളുടെ നാട്ടിൽ പലപ്പോഴും 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി നിലവിലുണ്ട് പല പ്രദേശങ്ങളിൽ. അതിൽ തന്നെ പല കുട്ടികളെയും 12 വയസ്സ് കഴിയുമ്പോൾ തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ പല പെൺകുട്ടികൾക്കും ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥ കൂടി ഞങ്ങൾ കണ്ടുവന്നിരുന്നു. अभी हमने क्या किया, 15,000 लोगों को अरेस्ट किया बाल विवाह के लिए कि आपने अगर बाल विवाह करेगा तो आपको जेल में जाना पड़ेगा। मैंने 15,000 लोगों को अभी तक जेल में डाला हूं। पॉस्को कानून के अंदर उनका 10-10 साल कोर्ट ने उनको सजा भी सुनाया है। 15,000 പേരെയാണ് ഇത്തരത്തിൽ ബാലവിവാഹങ്ങൾ നടത്തിയതിന്റെ പേരിൽ എന്റെ സംസ്ഥാനത്ത് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തവരെയെല്ലാം പോക്സോ നിയമത്തിന് കീഴിൽ 10 വർഷമെങ്കിലും ശിക്ഷിക്കുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥകളാണ് ഇന്ന് എന്റെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. अभी असम में चुनाव के बाद हम लोग नया कानून बनाने जा रहा हूं कि जब तक एक पत्नी जिंदा रहेगा कोई लोग दूसरा शादी नहीं कर पाएगा। ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ പുതിയൊരു നിയമം കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു വിവാഹത്തിന് അസാമിലെ ഒരു പുരുഷന് പോലും കഴിയാത്ത തരത്തിലുള്ള പുതിയൊരു നിയമമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. हमारा देश को यूनिफॉर्म सिविल कोड चाहिए और यूनिफॉर्म सिविल कोड लाने के लिए कांग्रेस और लेफ्ट में हिम्मत नहीं है, खाली वो हिम्मत नरेंद्र मोदी जी का ही है। ഈ രാജ്യത്തിന് യൂണിഫോം സിവിൽ കോഡ് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അത് കൊണ്ടുവരുവാനുള്ള ചങ്കുറപ്പ് ഇടതുപക്ഷത്തിനുമില്ല, കോൺഗ്രസിനുമില്ല. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. अभी सुबह में वायनाड में था, राहुल गांधी नॉमिनेशन देने जाते हैं, कोई पार्टी का फ्लैग उनका साथ नहीं रहता है। क्यों नहीं रहता है? बोले नहीं, अगर कांग्रेस का फ्लैग होगा तो आईएमएल का भी फ्लैग होना पड़ेगा, मुस्लिम लीग का भी फ्लैग होना पड़ेगा। तो राहुल ने क्या किया, कांग्रेस का फ्लैग भी नहीं होगा, मुस्लिम लीग का फ्लैग भी नहीं होगा, लेकिन बीजेपी का लोगों का जान भी जा सकता है, लेकिन हम हमारा फ्लैग को कभी नहीं छोड़ूंगा। ഇന്ന് കാലത്ത് ഞാൻ വയനാട്ടിലായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് പത്രിക സമർപ്പണമെല്ലാം കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ കണ്ടത്, അവിടെ കോൺഗ്രസിന്റെ പതാകകൾ ഉപയോഗിക്കാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കോൺഗ്രസിന്റെ പതാകകൾ ഉപയോഗിച്ചാൽ മുസ്ലിം ലീഗിന്റെ പതാകയും അവിടെ ഉപയോഗിക്കും. മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ തവണയുണ്ടായ പുകില് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. പക്ഷേ നമ്മളോ ജീവൻ പോയാലും കുങ്കുമവർണ്ണ ഹരിത പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചടക്കുവാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. हमारा फ्लैग हमारा मां होता है, हम मां को कैसे सर सकता हूं? നമ്മുടെ പതാകയെ നമ്മൾ അമ്മയെ പോലെയാണ് കാണുന്നത്. അമ്മയെ ഉപേക്ഷിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? लेकिन राहुल गांधी एमपी बनने के लिए
सब कुछ छोड़ दिया कि हमें खाली एमपी बनाओ, हमारा कोई आइडियोलॉजी नहीं है, हमारा कुछ भी नहीं है, खाली हमें एमपी बनाओ। यूपी में तो मैं नहीं बन सकता हूं, इसीलिए आप लोग मुझको एमपी बनाइए और मैं आप लोगों को जो भी अपीसमेंट करना है मैं कर लूंगा, खाली मुझको आप लोग एमपी बना के भेजिए। ये क्या राजनीति है? പക്ഷെ രാഹുൽ ഗാന്ധിയുടെ പരിതാപകരമായ അവസ്ഥ നോക്കൂ. ഞാൻ എന്ത് വേണമെങ്കിലും ത്യജിക്കാൻ തയ്യാറാണ്, എന്നെ ഒന്ന് MP ആക്കി തന്നാൽ മതി. കാരണം ഇതിനു മുമ്പ് മത്സരിച്ച ഉത്തർപ്രദേശിൽ എനിക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ വിചാരധാരയായിക്കോട്ടെ, ഐഡിയോളജി ആയിക്കോട്ടെ, കൊടിയായിക്കോട്ടെ, വീട്ടിലുള്ളവരായിക്കോട്ടെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും വേണ്ടാന്ന് വെക്കാം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് MP ആക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. केरला में कंपटीशन होता है भाई, मुस्लिम लीग UDF का साथ रहेगा कि LDF का साथ रहता है, बट देश में कंपटीशन होता है हिंदू कहां रहेगा। हमारा देश हिंदू का सिविलाइजेशन था और हिंदू का सिविलाइजेशन है और हिंदू का सिविलाइजेशन रहेगा, कारण हिंदू ही क्रिश्चियन, मुसलमान और हिंदू सारे कम्युनिटी को एक साथ ले जाने का ताकत रखता है। കേരളത്തിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തായിരിക്കുമോ UDF-ലായിരിക്കുമോ എന്നുള്ള സംശയവും പിടിവലിയും നടക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ അതല്ല ചർച്ച. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ആരുടെയൊപ്പം നിൽക്കും? കാരണം ഇത് ഹിന്ദുസ്ഥാനാണ്. കാരണം ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായി നിലനിന്നാൽ മാത്രമാണ് ക്രിസ്ത്യാനിയും മുസൽമാനും ജൈനും എല്ലാവരും ഒത്തൊരുമയോടെ ഇവിടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. हमारा देश का जब संविधान बना था, वो संविधान सभा में 95% लोग हिंदू था, इसीलिए देश सेकुलर बना, नहीं कि ये देश कभी भी सेकुलर नहीं बनता था। हिंदू का दम है देश को सेकुलर बनाने का, लेकिन पाकिस्तान में देश सेकुलर नहीं बना। पाकिस्तान का कॉन्स्टिट्यूएंट असेंबली में हिंदू नहीं था, भारत का कॉन्स्टिट्यूएंट असेंबली में हिंदू था, इसीलिए देश सेकुलर बना। अगर ये देश सेकुलर बनने का किसी को क्रेडिट मिलता है, वो क्रेडिट हमारा हिंदू समाज को मिलते हैं। ये बात सबका ध्यान में रहना चाहिए। 1950 ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ ഭരണഘടന എഴുതി ചേർത്തപ്പോൾ ഇവിടെ 95% ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളായ നമുക്ക് മാത്രമാണ് മതേതരമാവാൻ സാധിക്കുകയുള്ളൂ. തൊട്ടപ്പുറത്തേക്ക് നോക്കൂ, ഇതേപോലെ തന്നെ ഉണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാന്റെ ഭരണഘടന മതേതരമാണോ? അല്ല. ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് മതേതരമായത്. ഇന്ത്യൻ ഭരണഘടന മതേതരമായതിന് കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, നമ്മൾ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷത്തോടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണത്. आज आप लोग देखिए, मोदी जी आए, देश में कोई कम्युनल क्लास नहीं है, देश इकोनॉमिकली प्रोग्रेस कर रहा है। अभी भारत विश्व का 5th इकोनॉमी बन चुका है। बाय 2029 we will be the 3rd largest economy of the world. നരേന്ദ്രമോദിജി അധികാരത്തിലെത്തിയതിനു ശേഷം നമുക്കറിയാം, ഈ നാട്ടിൽ വർഗീയ കലാപങ്ങളൊന്നും നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് വന്നെത്തി. വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിൽ 2029 നമ്മൾ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. जो स्टेट में बीजेपी का सरकार बना, वहां समृद्धि आया। केरला का जो जीडीपी है 11 लाख करोड़ का है और असम का जो जीडीपी है 6 लाख करोड़ का है। हमसे केरला इन टर्म्स ऑफ इकोनॉमी 2 गुना ज्यादा है, लेकिन असम में पेट्रोल का पर लीटर का दाम होता है 97 रुपीज और केरला में पर लीटर पेट्रोल का दाम होता है 106 रुपया। കേരളത്തിന്റെ GDP ഏകദേശം 11 ലക്ഷം കോടി രൂപയാണ്.
എന്റെ സംസ്ഥാനമായ ആസാമിന്റെ കേവലം 6 ലക്ഷം കോടി രൂപ മാത്രമാണ് മൊത്തം GDP. എന്നാൽ വളരെ കുറവ്, കേരളത്തെ അപേക്ഷിച്ച് കുറവ് GDP ഉള്ള എന്റെ സംസ്ഥാനത്തിലെ പെട്രോൾ വില 96 രൂപയായിരിക്കുമ്പോൾ ഇത്രയും വലിയ GDP ഉള്ള കേരളത്തിലെ വില 107 രൂപയാണ്. ഇതാണ് വ്യത്യാസം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിചാരധാരയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിചാരധാരയും തമ്മിൽ. आप लोग हर लीटर पेट्रोल में 9 रुपया ज्यादा देते हैं, किस लिए? ये सीपीएम का सरकार केरला में है, ये सीपीएम टैक्स बोला जाता है. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ 9-10 രൂപ അധികം കൊടുക്കുന്നത്? ഇവിടുത്തെ CPM സർക്കാരിനെ തീറ്റിപ്പൊറ്റുവാൻ വേണ്ടി. ഇതിനെ ഒരു CPM ടാക്സ് എന്ന് പറയേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. कल बीजेपी का केरला में सरकार बन जाएगा, पेट्रोल का पर लीटर का दाम 95 रुपया हो जाएगा. നാളെ കേരളത്തിൽ BJPയുടെ സർക്കാർ വന്നാലും അസാമിലുള്ള പോലെ ഈ 95-96 രൂപയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക്. यूपी में 95 रुपया है, असम में 95 रुपया है, हरियाणा में 95 रुपया है. सारे बीजेपी रूल स्टेट से केरला का पेट्रोल का भाव आज का दिन में 8 से 7 रुपया ज्यादा होता है. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഉത്തർപ്രദേശിലും അസാമിലെ പോലെ തന്നെ 95 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്. ഹരിയാനയിലും 95-96 രൂപയാണ്. അപ്പോൾ BJP അധികാരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾക്ക് വലിയ ഭാരം വരാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. अभी केरला में बजट पेश हुआ, मेरा थोड़ा रुचि होता है इकोनॉमी में. मैंने फाइनेंस मिनिस्टर का स्टेटमेंट देखा कि हम लोग DA 2% बढ़ा दूंगा. तो मैंने कैलकुलेट किया, केरला में सरकारी कर्मचारी DA कितना रुपया मिलता है? 9% to 10%. और असम में हमारा सरकारी कर्मचारी DA मिलता है 50%. ഇപ്പോൾ ഈ കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറയുകയുണ്ടായി, സർക്കാർ ജീവനക്കാരുടെ DA ക്ഷാമബത്ത 2% ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് എന്തോ വലിയ വിഷയമായി പറയുന്നുണ്ടായിരുന്നു. ആകെ 9% അതുള്ളത്. എന്നാൽ കൊച്ചു സംസ്ഥാനമായ BJP ഭരിക്കുന്ന എന്റെ അസാമിൽ അത് ഓൾറെഡി 15% നിലനിൽക്കുന്നത്. अभी केरला सरकार सुप्रीम कोर्ट गया है, इसलिए कि उसको उधार करने का अनुमति दीजिए. अरे आपका शर्म नहीं आते हैं? उधार करना चाहते हो? अपना रिसोर्स नहीं है. पूरा देश में केरला को एक्सपोज कर दिया कि केरला ऐसा एक स्टेट है जो उधार का ऊपर चल रहा है. इससे ज्यादा केरला का प्राइड और प्रेस्टीज का ऊपर क्या हो सकता है? It is a direct attack to the pride and the prestige and the legacy of this great state. ഇപ്പോൾ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, കേസ് നടത്തുകയാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് കടം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര നാണം കെട്ട വിഷയമാണ്! കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാന പുരസ്സരം ഇത് അവതരിപ്പിച്ചിരുന്ന കാലത്ത് ഇതിലും വലിയൊരു അപമാനം ഈ സംസ്ഥാനത്തിനും നമ്മൾ മലയാളികൾക്ക് ലഭിക്കുവാനുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളുടെ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ ക്ഷതമല്ലേ ഈ കേരള സർക്കാരിന്റെ ഈ നാണം കെട്ട സുപ്രീം കോടതിയിലെ കടമെടുപ്പിനുള്ള കേസ്? केरला बहुत बड़ा स्टेट है. केरला बाकी स्टेट का लोगों को काम देते हैं, लेकिन आज केरला का हालत क्या हो चुका है कि केरला का नौजवान हर दिन कनाडा, इंग्लैंड डेली माइग्रेट हो रहा है. ये केरला के लिए ठीक नहीं है. केरला देश को अन्न देने का काम कर सकता है. केरला का अंदर में इतना ताकत है. एक बार CPM को हटाइए, एक बार कांग्रेस को हटाइए, केरला विल बी द नंबर 1 स्टेट इन द कंट्री. കേരളം ഒരു കാലത്ത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പേര് വന്ന് ജോലി ചെയ്തു പോയിരുന്ന ഞങ്ങളുടെ കണക്കിൽ ഒരു വലിയ സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. കേരളത്തിലെ യുവത്വമെല്ലാം വിദേശത്തേക്ക് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഒരു തവണ ഞങ്ങൾക്കൊരവസരം നൽകൂ.
ഞങ്ങൾ കാണിച്ചു നൽകാം ഈ കേരളത്തെ എങ്ങനെ ഒരു സുവർണ ഭൂമിയാക്കുവാൻ സാധിക്കുമെന്ന്. ये जो लेफ्ट आइडियोलॉजी है, दिस इज ऑब्सोलेट आइडियोलॉजी, एब्सोल्युटली नो रिलेवेंस. ये जो कांग्रेस आइडियोलॉजी है, द फैमिली रूल आइडियोलॉजी है, ये ऑब्सोलेट आइडियोलॉजी है. ये न्यू इंडिया का आइडियोलॉजी नहीं है, ये नया भारत का आइडियोलॉजी नहीं है. विश्व का कोई कोना में लेफ्टिज्म सक्सेस नहीं हुआ है. बिकॉज ऑफ लेफ्ट आइडियोलॉजी and because of the family politics of Congress party, today our country is suffering. हमारे लिए ये सबसे बड़ा मौका है. मोदी जी को सपोर्ट करना है and by 2047 India should be a developed nation and Kerala should be among the top 3 states of this great nation. ഈ ഇടതുപക്ഷ ചിന്താഗതി എന്നുള്ളത് ഒരു കാലഹരണപ്പെട്ട ചിന്താഗതിയാണ്. കോൺഗ്രസിന്റെ ആണെങ്കിലോ കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി മാത്രം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടേത് അങ്ങനെയല്ല. വികസനോന്മുഖമായ രാഷ്ട്രീയവും ചിന്താഗതിയും വിചാരധാരയുമാണ് ഈ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറക്കെ പറയുവാൻ സാധിക്കും, 2047 ഈ രാജ്യം ഒരു വികസിത സമ്പൂർണ്ണ വികസിത രാജ്യമാകും എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. इस चुनाव में डॉक्टर राधा कृष्णन को वोट देके एर्नाकुलम से ही ये परिवर्तन का रिवॉल्यूशन को आप लोग शुरुआत कीजिए. ഈ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ രാധാകൃഷ്ണൻജിക്ക് വോട്ട് നൽകിക്കൊണ്ട് തന്നെ ഈ മാറ്റത്തിന് ഒരു തിരികൊളുത്താം നമുക്കെല്ലാവർക്കും ചേർന്ന്. और मैं मानता हूं कि केरला ये कर सकता है. केरला का अंदर में वो ताकत है. मोदी जी का साथ हम लोग सब मिलके एक नया भारत बनाऊंगा, एक नया केरला बनाऊंगा. यही बात बोलते हुए मैं आप लोग सभी को जीवन का कोई ना कोई एक दिन असम आने का निमंत्रण देते हुए मैं मेरा वाणी को विराम देता हूं. ഒരിക്കലെങ്കിലും ഇവിടെ BJP സർക്കാരിനെ അധികാരത്തിലേറ്റുവാൻ ഇവിടെയുള്ള മലയാളികൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്തായാലും അത് ഇവിടെ നിന്നും ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ സംസ്ഥാനമായ അസാമിലേക്ക് ഒന്ന് വരുവാൻ സാധിക്കട്ടെ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. जय हिंद, वंदे मातरम. അടുത്തതായിട്ട് നമ്മുടെ അഭിസംബോധന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. I assure you that I will not take much of your time. I take this opportunity to express my sincere thanks and gratitude for his magnanimity to take the pains to travel right from Assam to Kerala just to give a speech that inspires our Karyakartas. Thank you, sir. Thank you very much for your magnanimity. Moreover, his speech was factually consistent, logically coherent, well articulated, and that infuses self-confidence among our Karyakartas. Thank you, sir. It is all right. I know one thing that ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. മണ്ഡലം ജനറൽ സെക്രട്ടറി സമീർ ശ്രീകുമാർ ക്ഷണിക്കുന്നു.
Can you get a single lady bike? എല്ലാവരും കൂടി സിംഗിൾ ബൈക്ക് Single lady. എവരി വൺ കം അല്ല, ഇത് single lady ആ. ഞങ്ങൾ അല്ല അവരെല്ലാവരും പറഞ്ഞോട്ടെ Okay. So, Congress is saying that you misquoting the manifesto. BJP is misquoting the entire manifesto. Congress party's manifesto has been prepared in a way that they win election in Pakistan. The manifesto is more for the people of Pakistan, less for the people of India. The Congress party has done a manifesto which will snatch resources from the common people, and Congress will destroy the economy of this country. So we have interpreted the Congress manifesto in the most right way, correct way. And I will challenge them to come for a public debate to show that this manifesto is nothing but appeasement. Even Casey said that they're going to send you all the BJP leaders, the Congress manifestos for you to read and correct it. No, we have read the manifesto. After reading, we come to the conclusion that this manifesto is more for the Pakistan, less for the India. And even about PM's speech, like yesterday's speech. PM has said correctly, the resources of this country, everybody has a right. Dr. Manmohan Singh and the Chachar committee has given a report, and Dr. Manmohan Singh has said that the country's resource, the first right of resource lies with a particular community. But my stand is, my party's stand is, Prime Minister's stand is that the resource of this country, the rights on the resource of this country lies with the Hindus, lies with the Muslim, lies with the Christian, lies with the youth, lies with the SC, lies with the ST, lies with the women. Now, it is for the Congress why they have said that the resources of this country, the right to fast use of resource of this country lies with one particular community. It is for the Congress party to reply, not for us to reply. Do you think Rahul Gandhi is the best candidate, even as a peer? Like, Rahul Gandhi is best candidate for Papu.